ഇന്നൽ ഹംദുലില്ലാഹ് ഉസ്സല്ലി വസല്ലിമു അലാ നബീനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറ അൻ-നൂർ 57-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ലാ തഹ്സബന്ന, നബിയെ താങ്കൾ വിചാരിക്കേണ്ട അല്ലെങ്കിൽ ഗണിക്കേണ്ടതില്ല, അല്ലദീന കഫറു, ആ അവിശ്വസിച്ച ഒരു കൂട്ടർ, മുഅ്ജിദീന ഫിൽ അർള്, ഈ ഭൂമിയിൽ അവർ അസാധ്യമാക്കുമെന്ന്, അതായത് അല്ലാഹുവിനെ തോൽപ്പിക്കുമെന്ന് ഒരിക്കലും താങ്കൾ കരുതേണ്ടതില്ല. നോക്കൂ നിങ്ങൾ, അവർ ശിർക്കിലും കുഫ്റിലുമായി വ്യാപരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യുന്ന ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അവിടെ വാപ്പമാർ പണ്ടേ പഠിപ്പിച്ച പാരമ്പര്യമായവർക്ക് പകർന്നു കിട്ടിയ അതേ ദീനിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അവർ ശിർക്കിലും കുഫ്റിലുമാണ്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. അത്തരം അവിശ്വാസികൾ ഒരിക്കലും അല്ലാഹുവിനെ ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് അസാധ്യമാക്കുമെന്നോ അല്ലെങ്കിൽ തോൽപ്പിക്കുമെന്നോ നീ കരുതേണ്ടതില്ല നബിയെ എന്നാണ് ഒരു സമാശ്വാസ വചനമായി പറയുകയാണ്. ഒരിക്കലും അവർക്കതിന് കഴിയില്ല. എന്നാൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല താൽക്കാലികമായി വിട്ടയച്ചിരിക്കുകയാണ്. ഒരു താൽക്കാലിക സുഖം ഈ ഭൂമിയിൽ അവർക്ക് നൽകിയിരിക്കുകയാണ്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും അവർക്കൊന്നും ജയിച്ചടക്കാൻ കഴിയില്ല. അവർക്കുള്ള സങ്കേതം അത് നരകമാണ്. അവരുടെ സങ്കേതം. അവർക്ക് ചെന്നു ചേരാനുള്ള സ്ഥലം നരകമാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. വല ബിഅ്സൽ മസീർ, അത് എത്ര ചീത്തയായ പര്യവസാന സ്ഥാനമാണ്, എത്ര ചീത്തയായ മടക്കസ്ഥാനമാണ്, പര്യവസാന സ്ഥാനമാണ് അതെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ വിശദീകരിച്ചു തരുന്നത്. ഈ രൂപത്തിൽ നാം നോക്കൂ, നമ്മൾ അല്ലാഹുവിനോട് ഭയമുള്ളവരായിരിക്കണം. ഒരിക്കലും അവിശ്വാസികളെ പോലെ ഭയമില്ലാത്തവരോ അല്ലെങ്കിൽ പേടിയില്ലാത്തവരോ അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയക്കാത്തവരോ ആകാൻ പാടില്ല എന്നുള്ളൊരു കാരുണ്യത്തിന്റെ വചനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവതരിപ്പിച്ചു തരുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.